ഞാൻ വായിച്ചു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകം. ഇത് എഴുതിയിരിക്കുന്നത് നിമ്ന വിജയാണ്. ഇപ്പോൾ പറയും 2024 DC ബുക്സ് പബ്ലിഷ് ചെയ്ത ഈ ബുക്ക് നീ ഇപ്പോഴാണോ വായിക്കുന്നതെന്ന്. അങ്ങനെയല്ല, റീൽസും സ്റ്റോറീസും ഒക്കെ കണ്ട് കണ്ട് ഞാൻ ആ ടൈമിൽ തന്നെ ഈ ബുക്ക് വാങ്ങി വായിച്ചിരുന്നു. ഇതെൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഞാനിതിവിടെ ഇതിൻ്റെ റിവ്യൂ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ആൻഡ് ഈ ബുക്ക് വാങ്ങിക്കാനിടയായ റീസൺ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് റീൽസും സ്റ്റോറീസും ഭയങ്കര ഹൈ റേറ്റിംഗിൽ കണ്ടതുകൊണ്ടാണ് ഈ ബുക്ക് ഞാൻ വാങ്ങിച്ചത്. ഓ മൈ ഗോഡ്, ദിസ് ബുക്ക് ചേഞ്ച്ഡ് മൈ ലൈഫ്. എവ്രി ഗേൾ മസ്റ്റ് റീഡ് ദിസ്. യു വിൽ ക്രൈ, യു വിൽ ഹീൽ, യു വിൽ റൈസ് എന്നൊക്കെ ആയിരുന്നു കുറേ പേരുടെ ഇൻസ്റ്റഗ്രാം ക്യാപ്ഷനും സ്റ്റോറീസൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിനുള്ളൊരു ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജെനുവിൻലി നോ എന്നാണ്. ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. പക്ഷേ ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. എനിക്കങ്ങനെയാണ് ഇതിൽ നിന്ന് ഫീൽ ചെയ്തേക്കുന്നത്. അതിനു മുൻപ് ഈ ബുക്കിനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈഡുണ്ട്. മോശം ഇത് മാത്രമല്ല, ഒരു ബ്യൂട്ടിഫുൾ സൈഡ് പറയുകയാണെങ്കിൽ ഇതിലെ ഓതർ നിമ്ന വിജയ്, അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. കാരണം അവരൊരു പോളിഷ്ഡ് ആയിട്ടുള്ള നോവലിസ്റ്റൊന്നുമല്ല, അവരൊരു റിയൽ ഹ്യൂമൻ ബീയിൻ്റെ ഇന്നർ വോയിസ് ഭയങ്കര ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ പെയിനിൽ നിന്നുള്ള വഴികളും ആൻഡ് മൈൻഡിൻ്റെ സർവൈവലും ഇതൊക്കെ വളരെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ ചില പേജസിൽ നമുക്ക് നമ്മളെ കണക്ട് ചെയ്യാനും പറ്റും. അതാണ് കുറേ പേർക്ക് ഇത് റിലേറ്റബിൾ ആയിട്ട് തോന്നിയത്. അതായത് ഇതെൻ്റെ എക്സ്പീരിയൻസ് അല്ലേ, ഇതെൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റോറി അല്ലേ, ഇതെൻ്റെ പെയിൻ അല്ലേ, എൻ്റെ ചൈൽഡ്ഹുഡ് സ്ട്രഗിൾ അല്ലേ, ഇതൊക്കെ വളരെ ഓപ്പൺ ആയിട്ടാണ് നിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഒരു ടീനേജ് ഗേൾസിൻ്റെ ഇമോഷണൽ ഡയറി പോലെ നമുക്കിത് തോന്നും. അതിൽ തന്നെ ഒരു ഹോണസ്റ്റി ഉണ്ട്, ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. പിന്നെ എനിക്കിതിൻ്റെ നെഗറ്റീവായിട്ടുള്ളൊരു ഇത് പറയാനാണെങ്കിൽ, ഈസ് ഇറ്റ് എ ലിറ്റററി വർക്ക് എന്ന് ചോദിച്ചാൽ നോട്ട് റിയലി. അതെന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം ഒരു ഡീപ്പ് ഫിലോസഫിക്കൽ, ഒരു പോയറ്റിക് ഫീല് ഇത് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഒരു 15 വയസ്സായിട്ടുള്ളൊരു കുട്ടി ഇത് വായിച്ചാലും ആ കുട്ടിക്ക് ഇതിൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. സോ അത് തന്നെ ഒരു മോശം രീതിയിൽ എടുത്താൽ ഒരു ചില ചാപ്റ്റേഴ്സ് നമുക്കൊരു ബ്ലോഗ് പോസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം ക്യാപ്ഷൻ പോലെ നമുക്ക് തോന്നും. പിന്നെ ചില ലൈൻസ് അത് ഓവർ റിപ്പീറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് ആണോ എന്നെനിക്ക് തോന്നിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നിനക്ക് നീ മാത്രം മതി, നിനക്ക് വേറെ ആരും വേണ്ട എന്നൊക്കെയുള്ള ഈ വേർഡ്സൊക്കെ ഭയങ്കര കംഫർട്ടിംഗ് ആണ്. ബട്ട് അതിന് വലിയ ഡെപ്ത് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബുക്ക് പറയുന്നു യു ആർ ഇനഫ്, പക്ഷേ ഹൗ ടു ബിക്കം ഇനഫ് അത് പറയുന്നില്ല. സെൽഫ് ലവ്, സെൽഫ് ലവ്, സെൽഫ് ലവ് ഇത് നിറയെ അത് തന്നെയാണ്. ബട്ട് ഹൗ ടു ലവ് യുവർ സെൽഫ് അതും ഇതിൽ മിസ്സിങ് ആണ്. ചുരുക്കം പറഞ്ഞാൽ ജസ്റ്റ് ടെല്ലിങ് സമ്മൺ ടു ബി ഓക്കെ ഡസൻറ്റ് മേക്ക് ദം ഓക്കെ. സോ ഇതാണ് എനിക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് കിട്ടിയ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം. അതായത് ഒരു ആഫ്റ്റർ ഒരു 30 പേജസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഐഡിയാസ് കീപ് റിപ്പീറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ഫോൺസ്. ലിറ്ററേച്ചറിലൊക്കെ എക്സ്പെക്റ്റേഷൻസ് ഉള്ള ഒരാൾക്ക് ദേ മൈറ്റ് ഫീൽ ഇറ്റ്സ് ടു ലൈറ്റ്. പിന്നെ നല്ല റീഡേഴ്സിനും ഒരു മെച്യൂർ ആയിട്ടുള്ള സെൽഫ് ഹെൽപ്പ് സീക്കേഴ്സിനും ഇത് വലിയൊരു കോണ്ടന്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ല. പിന്നെന്ന് വെച്ചാൽ ഒരു തെറാപ്പി ടോൺ ഭയങ്കര ഓവർഡോസായി പോയോ എന്ന്. അതായത് ഈ പുസ്തകം വളരെ കംഫർട്ടിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് തോന്നും ഈസ് ദിസ് റിയൽ ഹീലിംഗ് ഓർ ജസ്റ്റ് ബ്ലാങ്കറ്റ് കംഫർട്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അവൻ പോയാൽ നീ ഓക്കെ ആവണം, ആ പെയിനിൽ നിന്ന് നീ ഓക്കെ ആയി വരണം. പക്ഷെ അത് എങ്ങനെയെന്നുള്ള കാര്യം മാത്രം ഇവിടെ പറയുന്നില്ല. അഡ്വൈസ് ഒരുപാട് തരുന്നുണ്ട്, പക്ഷെ അതിനൊരു ആക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബുക്ക് ഗീവ്സ് യു വാം ഹഗ് ബട്ട് നോട്ട് ദ ഡയറക്ഷൻ ടു വാക്ക് എന്നാണ് അടുത്തൊരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഒരു ഇമോഷണൽ സ്പേസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഈ ബുക്ക് ഭയങ്കര ഒരു ഹഗ് ഫീലിംഗ് ഒക്കെ കൊടുക്കും. പക്ഷേ സെയിം ടൈം നമ്മൾ വീണ്ടും വീണ്ടും സെൽഫ് ലവ്, സെൽഫ് ഹീൽ എന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ റിയൽ ലൈഫിലെ സ്ട്രഗിൾസ് ഇൻവിസിബിൾ ആയി പോകുന്നുണ്ടോ എന്നെനിക്കൊരു ഇത് തോന്നി. റിയൽ സൊല്യൂഷൻസും ഇതിൽ കുറവായിട്ടുള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ ഒരു നല്ല സ്ട്രക്ചർ ഇല്ല. അതായത് ചില ചാപ്റ്റേഴ്സ് എനിക്ക് തോന്നി ഒരു പ്രോപ്പർ ബിൽഡപ്പ് ഇല്ല, ഒരു സ്റ്റോറി പോലെയല്ല, ഒരു ഗൈഡ് ബുക്ക് പോലെയുമല്ല. ഒരു സംടൈംസ് ഇതിൻ്റെ റാൻഡം റിഫ്ലക്ഷൻസ് പോലെ തോന്നും. അങ്ങനെ ഇമോഷണൽ കണക്റ്റ് ഉണ്ടാകും, ബട്ട് അത് ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഈ ബുക്ക് വായിക്കുമ്പോൾ പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ബേസിക്കലി ഒരു ഗേളിൻ്റെ പെയിനെയാണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫീമെയിൽ ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് മെജോറിറ്റി. അതുകൊണ്ട് തന്നെ ഇത് ബോയ്സ് ഇത് വായിച്ച് ഇത് ഇത്രമാത്രം കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ദേ ഓൾസോ ഹാവ് ബ്രേക്കപ്പ് അല്ലേ, ബോയ്സ് ഓൾസോ ക്രൈ ആഫ്റ്റർ ബ്രേക്കപ്പ്. സോ അവർക്കിത് എത്രമാത്രം ഇതാവുമെന്ന് എനിക്കറിയില്ല. സോ എനിക്ക് തോന്നുന്നു ഇവരിത് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ്
ഒരു ടീനേജ് ഗേൾസിനെയാണ് തോന്നുന്നു എന്നല്ല, അങ്ങനെ ആയിരിക്കും. കാരണം ഒരു 15 to 25 വരെ ഏജുള്ള ആൾക്കാർക്ക് ഇത് വായിക്കാൻ പറ്റും. ആൻഡ് ഗേൾസ് റിക്കവറിങ് ഫ്രം ബ്രേക്കപ്പ് അവർക്കും ഇത് നല്ല ബുക്കായിരിക്കും. ആൻഡ് ഫസ്റ്റ് ടൈം ഇമോഷണൽ റീഡേഴ്സ് അവർക്കും ഇത് നല്ലതായിരിക്കും. പിന്നെ പീപ്പിൾ ഹു ലവ് ഇൻസ്റ്റഗ്രാം കോട്ട്സ്, പീപ്പിൾ ഹു ഫീൽ ഇമോഷണലി എംപ്റ്റി അവർക്കും ഇത് നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഓതർ നിമ്ന വിജയനെ പറ്റി പറയുകയാണെങ്കിൽ അവരൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള റൈറ്ററാണ്. ഈ ജനറേഷനിൽ ഇത്ര ഒതൻറ്റിക്കലി പെയിൻ ഷെയർ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അവരൊരു സർവൈവറാണ്. അതാണ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ജെന്യുവനായിട്ട് കിട്ടുന്ന ഒരു ഫീലിംഗ്. അവരുടെ കറേജിനെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അവരുടെ റൈറ്റിങ്സ് വളരെ സോഫ്റ്റാണ്, റോ ആണ്, അൺഫിൽറ്റേർഡ് ആണ്. ആൻഡ് ഷീ ഈസ് നോട്ട് ട്രൈങ് ടു ഇംപ്രസ് ദ റീഡർ, ഷീ ഈസ് ജസ്റ്റ് ട്രൈങ് ടു ബ്രീത്ത്. സോ ദാറ്റ് ഈസ് പവർഫുൾ. പക്ഷേ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആകും. ഒരു ലിറ്റററി റിഫൈൻമെൻറ്റും നമുക്ക് പ്രതീക്ഷിക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഞാനിത് ഫസ്റ്റ് ടൈം ഇമോഷണൽ റീഡർ എന്നുള്ള രീതിയിൽ ഐ വിൽ റേറ്റ് ദിസ് 5 ഒരു 3.2 എനിക്ക് ഇതാക്കാൻ പറ്റും. ഇത് ഫോർ മെച്യൂർ ആൻഡ് ഡീപ്പ് സീക്കിംഗ് റീഡേഴ്സിന് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഈ ബുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറഞ്ഞ ഈ ബുക്ക് ഇതൊരു റെവല്യൂഷണറി ബുക്കല്ല, ബട്ട് ഇറ്റ് ഈസ് നെസസറി വിസ്പർ ഫോർ ദോസ് ഹു ആർ ക്രൈയിങ് സൈലൻ്റ്ലി ഇൻസൈഡ്.